ക്ലസ്റ്റർ എ പേഴ്സണാലിറ്റി ഡിസോർഡറിൽ മൂന്നാമത്തെ പേഴ്സണാലിറ്റി ഡിസോർഡറാണ് ഷീസോടൈപ്പൽ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. കഴിഞ്ഞ സെഷനുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്ലസ്റ്റർ എയിലെ മറ്റ് 2 പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉണ്ട്. പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡറും ഷീസോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സും. ഇതിൻ്റെ രണ്ടിൻ്റെയും ഫീച്ചേഴ്സ് ഒരുമിച്ച് ചേർന്ന് വരുന്നതാണ് ഷീസോടൈപ്പൽ പേഴ്സണാലിറ്റി ഡിസോർഡറിൽ ഉള്ള ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ അവർക്ക് ഓഡ് ബിലീഫുകളും എക്സെൻട്രിക് ബിഹേവിയേഴ്സും ഒക്കെ ഉണ്ടാകും. ഓഡ് ബിലീഫ്സ് എന്ന് പറഞ്ഞാൽ, എനിക്ക് വന്നൊരു പേഷ്യൻറ്റിന് പുള്ളിക്കാരൻ്റെ വീട്ടിൻ്റെ റൈറ്റ് സൈഡിലൊരു മരമുണ്ട്. ആ മരം ഉള്ളത് കൊണ്ടാണ് പുള്ളിക്കാരൻ്റെ ലൈഫിൽ പല സംഭവങ്ങളും നടക്കുന്നത്. അതുകൊണ്ട് ആ മരം മുറിച്ച് കളയണം എന്ന് വരെ ചിന്തിക്കുന്ന ഒരു ടൈപ്പ്, അതാണ് ഓഡ് ബിലീഫ് എന്ന് പറയുന്നത്. അന്നേരം അങ്ങനെയുള്ളത് ഈ ഷീസോടൈപ്പൽ പേഴ്സണാലിറ്റി ഡിസോർഡറിൽ അങ്ങനെയുള്ള ഓഡ് ബിലീഫ്സ് ഉണ്ടാകും, പലതരത്തിലുള്ള. അതുപോലെ എക്സെൻട്രിക് ആയിട്ടുള്ള ബിഹേവിയറുകളും അതിനോട് കണക്ട് ചെയ്ത് ഉണ്ടാകും. ഈ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവർക്ക് ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നത് കുറവായിരിക്കും, റെസ്ട്രിക്റ്റഡ് ആയിട്ടായിരിക്കും അവർ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അവർക്ക് സംശയം കുറച്ച് കൂടുതലായിരിക്കും. ഈ പേഴ്സണാലിറ്റി ഡിസോർഡർ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഓഡ് ബിലീഫ്സും ഓഡ് ബിഹേവിയേഴ്സും ഓഡ് തിങ്കിങ്ങും ഉണ്ടാവും. ഈ 3 ഏരിയയിൽ അവർക്ക് നോർമൽ അല്ലാത്ത രീതിയിലുള്ള ചില വിശ്വാസങ്ങൾ, ചില പ്രവൃത്തികൾ, ചില ചിന്തകൾ കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ് ഈ ഷീസോടൈപ്പൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളത്. ഷീസോടൈപ്പൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവരെ നമുക്ക് മരുന്നിലൂടെയും സൈക്കോ തെറാപ്പിയിലൂടെയാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്.